ഹലോ കൂട്ടുകാരെ, നമുക്കൊന്ന് വാഴപ്പിണ്ടി കൊണ്ട് തോരൻ വെച്ചാലോ? അപ്പോൾ നമ്മളതിന് വേണ്ടി വാഴപ്പിണ്ടിയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ പുറത്തെ തൊണ്ടെല്ലാം ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തെ കാതലായ ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. ശേഷം നമ്മളത് ചെറുതായിട്ട് വട്ടത്തിലൊന്ന് വെള്ളത്തിലോട്ട് അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ അതിലെ കറ നമ്മൾ വിരലിലോട്ട് ചുറ്റിയിട്ട് വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ട് നമ്മുടെ വാഴപ്പിണ്ടി മൊത്തം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം നമ്മളതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 5-6 പീസ് വെച്ചെടുത്ത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളൊന്നും കൂടെ നന്നായിട്ടും കഴുകിയെടുക്കുക. ശേഷം നമ്മളത് കുക്കറിലിട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഉപ്പ് ഒഴിച്ച് കൊടുത്ത് ഒരു 2-3 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കുക. ആ സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ ഉള്ളിയും മുളകും തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉള്ളിയും മുളകും കൂടെ നന്നായിട്ട് നരച്ചതിന് ശേഷം നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക, ഒന്ന് ചതച്ചെടുത്താൽ മതി. ശേഷം നമ്മൾ ഒരു പാത്രം അടുപ്പ് വെച്ച് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ അരച്ച മിശ്രിതം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. ശേഷം നമ്മൾ നമ്മുടെ പിണ്ടി വേവിച്ച് കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം നമ്മളത് തുറന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് തട്ടിപ്പൊത്ത് വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കുക. ശേഷം നമ്മൾ വെള്ളം പറ്റി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് 1 മിനിറ്റും കൂടെ ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നല്ല വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. താങ്ക് യു.